പ്രിയപ്പെട്ടവരെ, ഇനി കണ്ണൂരിലേക്കാണ്. കണ്ണപുരത്തെ സ്ഫോടനത്തിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അനൂപ് മാലിക് എന്നയാൾക്കെതിരെയാണ് കേസ്. വീട്ടിൽ താമസിച്ചിരുന്നവരെ കുറിച്ച് പ്രദേശവാസികൾക്ക് ഒരു അറിവുമില്ല. ഗോവിന്ദൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഈ പ്രദേശത്തെ നിരവധി വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലം കണ്ണൂർ കമ്മീഷണർ പി നിധിൻ രാജ് സന്ദർശിച്ചു. വീട്ടിൽ കിടന്നുറങ്ങിയിരുന്നയാളാണ് മരിച്ചതെന്നാണ് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞത്. വാക്കുകളിലേക്ക്. കൃത്യമായി ഇവിടെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഇങ്ങനെ ബോംബ് നിർമ്മിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതെന്താവശ്യത്തിന് വേണ്ടിയാണെന്നുള്ളതൊക്കെ തുടർന്നുള്ള പരിശോധനയിലാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കണം. അപ്പോൾ ഒരാൾ കിടന്നുറങ്ങുന്നു, ആ കിടന്നുറങ്ങുന്ന ആൾ മരണപ്പെട്ടു പോകും. പക്ഷേ സ്ഫോടനം എന്തുകൊണ്ട് നടന്നു? മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി സ്വാഭാവികമായിട്ട് നടക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മറ്റാരെങ്കിലും ഈ സ്ഫോടനത്തിന് ഇടയാവുന്ന വിധത്തിൽ ഒന്നെങ്കിലും പടക്കം നിർമ്മിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. അങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ വിവരങ്ങളുമായി നിഖിൽ ചേർന്നുണ്ട്. നമുക്കിപ്പം നിഖിലെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ CPM ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളനുസരിച്ച് കുറച്ചും കൂടി ഈ വിഷയത്തിൽ ദുരൂഹത വരികയാണ്. കാരണം ഒരാൾ കിടന്നുറങ്ങുമായിരുന്നു, അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എങ്കിൽ അത് വേറെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരാളെ അപായപ്പെടുത്താനുള്ള രീതിയിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചു തുടങ്ങിയ സംശയങ്ങൾ കൂടി വരുന്നൊരു ഘട്ടമുണ്ട് ഈ പ്രതികരണമൊക്കെ കേൾക്കുമ്പോൾ. കണ്ണൂർ ഈ സിറ്റി പോലീസ് കമ്മീഷണർ അവിടേക്ക് എത്തി, അദ്ദേഹം സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി. എന്താണ് അദ്ദേഹം പറയുന്നത്? പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ് നിഖിൽ? അതിന് മറുപടി പറയുകയാണ്. KK രാഗേഷിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. അതിമാരകമായ വിധത്തിലുള്ള കേടുപാടുകളാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത് വലിയ സ്ഫോടനമാണ് നടന്നതെന്ന് വളരെ വ്യക്തമാണ്. ഇവിടെ ഈ സ്ഫോടനം നടന്ന വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അതിലൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പരിശോധന നടക്കുകയാണ്. ആ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒന്ന് പറയുന്നത് ഉചിതമല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മേലെ പ്രത്യേകിച്ചൊന്നും പറയാതിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് 2-3 കാര്യങ്ങൾ പറയുകയാണ്. 2016 പള്ളിക്കുന്ന് വെച്ച് സമാനമായ ചാലാട് വെച്ച് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി. ഒരു വീടിൽ സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനത്തിന് ഉത്തരവാദിയെ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച ആൾ തന്നെയാണ് ഈ വീട്ടിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നതിന് ഉത്തരവാദിയായിട്ടുള്ളത് എന്നുള്ള വളരെ വ്യക്തമാണ്. അത് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. പോലീസ് ആളിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഞാനത് പറയാതിരുന്ന അയാൾ ഇവിടെ തന്നെ ഉണ്ടോ അല്ല പുറത്തെവിടെയും പോയോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. പക്ഷേ ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾ അയാളുടെ രാഷ്ട്രീയ ബന്ധമൊന്ന് പരിശോധിക്കണം. അയാൾ ആരായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഉണ്ടായിട്ടുള്ള സ്ഫോടനം മാരകമായിട്ടുള്ള സ്ഫോടനമാണ്. അപ്പോൾ ഉത്സവ ആഘോഷങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പടക്കം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സംഗതിയാണോ ഇവിടെ നടക്കുന്നത്, അല്ല മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കണം. അതിൽ സാധാരണ നിലയിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിലും കാവുകളിലും മറ്റും ഉത്സവം നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഇതിപ്പോൾ അനധികൃതമായിട്ടുള്ള പടക്ക നിർമ്മാണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പോഴ് എന്തെങ്കിലും ഒരു ഉത്സവാഘോഷത്തിൻ്റെ ഘട്ടമല്ല ഈ ഘട്ടം. അങ്ങനെ അല്ലാത്തൊരു സമയത്ത് എന്തിനു വേണ്ടിയാണ് ഇത്രയും മാരകമായിട്ടുള്ള, അപ്പോൾ പടക്കമാണോ അല്ലയോ എന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. സ്ഫോടക വസ്തുക്കൾ എന്തിനാണ് നിർമ്മിക്കുന്നത്? അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഇങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടുപിടിച്ച് വാടകക്കാർ എന്നുള്ള വ്യാജേന ഇവിടെ ഈ ഏർപ്പാട് നടത്തിയതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ആളുടെ രാഷ്ട്രീയ ബന്ധം കൂടി നിങ്ങൾ മാധ്യമങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഒരു ഒറ്റപ്പെട്ട ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഏർപ്പാട് നടത്തിയതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ആ ലക്ഷ്യം പോലീസ് പരിശോധിക്കട്ടെ.
കോൺഗ്രസിന്റെ ഭാവിയാണെന്നാണോ ആരോപണം? അത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അല്ല, അന്ന് എം പി ജയരാജൻ അങ്ങനെ ഒരു ആരോപണം. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ആരാണെന്ന്. 2016 ഈ സംഭവം ഉണ്ടായല്ലോ അവിടെ പുഴാതിയില്. അല്ല, ഈ അനൂപ് എന്ന് പറയുന്ന ആള് കോൺഗ്രസിന്റെ വളരെ അടുത്ത ആളാണല്ലോ. ഈ അനൂപ് എന്ന് പറയുന്ന ആള്, ഞാനത് പറയാതിരിക്കുന്ന അയാൾ ഇവിടെയാണ് ഉള്ളത്, അല്ല പുറത്തെവിടെയെങ്കിലാണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല വെച്ചതാണ്. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പരിശോധിച്ചോ. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ ബോംബ് ഉൾപ്പെടെയുള്ള സംഗതികൾ നിർമ്മിക്കുന്നത് എന്തിനാണ്? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ. ഞാൻ ഇത്രയും പറയാൻ കാരണം ഞാൻ ഇങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ ഇത്തരമൊരു കേന്ദ്രത്തിൽ വന്നിട്ട് നേരെ രാഷ്ട്രീയ ആക്ഷേപമായിട്ട് ഉന്നയിച്ചത് അങ്ങേയറ്റം അനുചിതമാണ്. പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ജെന്യൂനാണ്. അത് ബന്ധപ്പെട്ടവർ പരിശോധിക്കട്ടെ. ശരി. സേതു, ഏതായാലും CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ പ്രതികരണമാണ് കണ്ടത്. അത് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അല്പസമയം മുൻപ് ഇവിടെ എത്തി ഒരു പ്രതികരണം നടത്തിയിരുന്നു. ഇതിൽ പോലീസിനെതിരെയും ഒപ്പം തന്നെ ഇതിൽ രാഷ്ട്രീയമുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണവും നടത്തിയിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ CPIMന്റെ ജില്ലാ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. ഈ അനൂപ് മാലിക്, അതായത് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത് അനൂപിന്റെ പേരിലാണ്. ഈ അനൂപ് കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എന്ന് തന്നെയാണ് CPIM ആരോപിക്കുന്നത്. അതായത് ഇത് കേവലം ഒരു പടക്ക നിർമ്മാണം നടക്കുന്നതിനിടെ ഉണ്ടായ പൊട്ടിത്തെറി എന്നതിനപ്പുറത്തേക്ക് ഇത് ബോംബ് നിർമ്മാണം എന്ന രീതിയിലേക്ക് തന്നെ CPIMും കോൺഗ്രസും ഇക്കാര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ള വളരെ വലിയൊരു വഴിത്തിരിവ് ഈ സംഭവത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ഈ അനൂപ് മാലിക് നേരത്തെയും ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളാണ്. 2016 ഈ പൊടിക്കുണ്ടിന് സമീപം ഇത്തരത്തിലൊരു വീട്ടിൽ സ്ഫോടനം നടക്കുന്നുണ്ട്. ഇതിന് സമാനമായ സംഭവമായിരുന്നു. ആ ബിൽഡിംഗ് പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസിലെ പ്രതിയായിരുന്നു അനൂപ് മാലിക്. അന്ന് തന്നെ CPIM ഇത്തരത്തിലൊരു ആരോപണം ഇയാൾക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ആദ്യ പ്രതികരണം നടത്തിയപ്പോൾ KK രാഗേഷ് ഈ വിഷയത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ പരാമർശിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ തൊട്ട് പിന്നാലെ പ്രതികരണവുമായി എത്തി DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഇതിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന തരത്തിലേക്ക് പറഞ്ഞു. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ CPIMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ സ്ഥലത്ത് ഇപ്പോഴും ഈ തകർന്ന വീടിന് സമീപത്ത് തിരച്ചിൽ തുടരുകയാണ്. മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെ എത്തിച്ച് ആ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റിക്കൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് ഒരു മൃതദേഹം കൊണ്ടുപോയത്. ആ മൃതദേഹത്തിന് വലിയ പരിക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ കെട്ടിടത്തിൻ്റെ തകർന്നു വീണ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന നിലയിലായിരുന്നു ആ മൃതദേഹം ഉണ്ടായിരുന്നത്. അത് വലിയ പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ആളാണ്. ഈ കെട്ടിട ഭാഗങ്ങൾ ദേഹത്തേക്ക് പതിച്ച് മരിച്ചതാകാം. ശരി, നിഖിലേ, ശരി, ഓക്കെ. അപ്പോൾ ഞാൻ നിഖിലിലേക്ക് വീണ്ടും മടങ്ങിയെത്താം. ഇപ്പോൾ